ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ കൈക്കുണ്ടായിരുന്ന ഒരു പഴയ കേക്ക് വാങ്ങിയപ്പോൾ കിട്ടുന്ന അതിൻ്റെ അടിയത്തെ സാധനമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഷെല്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നമുക്ക് ചെറിയൊരു മിനി കടൽ ബീച്ച് തീമാക്കാൻ വിചാരിച്ചു. ആദ്യം തന്നെ ഇതിന്മേൽ ഞാൻ പേപ്പർ ഒട്ടിച്ചെടുത്താട്ടോ ആ കേക്കിൻ്റെ ലാസ്റ്റ് ആ പാത്രം ഉണ്ടാവല്ലോ ഇതിന്മേൽ പ്ലേറ്റുമേ ഞാൻ പേപ്പർ ഒട്ടിച്ചെടുത്ത എൻ്റെ അടുത്തുണ്ടായിരുന്ന നിങ്ങളുടെ അടുത്തുള്ള നല്ല ഒട്ടണ ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. എന്നിട്ട് അത് കൈമാവാതെ സൂക്ഷിക്കണേ. എന്നിട്ടത് ഒട്ടിച്ച് അവിടെ ഇങ്ങനെ വെക്കട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നമാര് ചെയ്യണേ. ഞാൻ പറയണത് ആർക്കും മനസ്സിലായിട്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നമാര് ചെയ്താൽ മതി കേട്ടോ. ശബ്ദത്തിനൊക്കെ കുഴപ്പമുണ്ടാകും, നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. എൻ്റെ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യണേ. കൈമാവാതെ സൂക്ഷിക്കണം കേട്ടോ. പിന്നെ കുറേ ഇതിൻ്റെ പൊടിയാനുണ്ടായിരുന്നു, അത് തീമ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു ഭംഗി ഉണ്ടാവില്ല വെച്ചപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി. ഇപ്പോൾ ഫലസ്തീനത്തെ വെടിവെപ്പൊക്കെ നിർത്തി എന്നാണ് ആലോചിക്കണത്. നിർത്തട്ടെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫലസ്തീൻ്റെ ഫ്ലാഗിനെ കുറിച്ച് ഫ്ലാഗൊക്കെ ഒന്ന് വരച്ച് കളറിങ്ങൊക്കെ ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് അത് നടന്നില്ല കേട്ടോ. പിന്നെ വീഡിയോയിൽ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് നേരാക്കേ. ആ പേപ്പറിനൊന്ന് കീറിപ്പോയി, അത് അറിയണേ ഞാൻ വിചാരിച്ചു. പക്ഷെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മനസ്സിലായത് കേട്ടോ. സാരില്ല, നമുക്ക് ഒന്ന് കട്ടിയിലൊന്നുകൂടെ വരച്ചെടുക്കട്ടോ. ഇതേമാതിരി ഒരു ലൈൻ ഇട്ട് ഇത് ആ ഷെല്ല് വെച്ച ഭാഗം കരയും, ആ വരച്ചതിൻ്റെ ഷെല്ല് വെക്കാത്ത അപ്പുറത്തെ ഭാഗം ബീച്ചും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ബിസ്കറ്റ് ഉണ്ടായത്, ബിസ്കറ്റ് ഒളിച്ചോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സീഡ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് തോട് മാത്രമാക്കി. സീഡ് ഞാൻ എന്തൊക്കെ വേണ്ടി തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ ഒന്നാണ് തട്ടിക്കളഞ്ഞു എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് അതിന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണാമല്ലോ ബീച്ചിൻ്റെ ബീച്ചിൻ്റെ ഒരു മൂലയൊക്കെ ഉണ്ടാവും, കുറേ ഇങ്ങനെ കരിങ്കല്ലുകൾ കൂട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഇതാക്കാണ് ഞാൻ നോക്കിയത്. നടന്നുകളൊക്കെ അറിയില്ല, എന്നെക്കൊണ്ട് കഴിയാൻ വരെ ചെയ്തു കേട്ടോ. കൈമ ഗ്ലൗസ് ഇടണം ഇതിനൊക്കെ, പക്ഷെ കൈമാവണമുണ്ട്. എൻ്റെ കൈക്ക് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, വീട്ടുകാരറിഞ്ഞിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ല തലയിട്ട് കേട്ടോ. എന്നെക്കൊണ്ട് കഴിയണ മാതിരിയാണ് ഞാൻ ചെയ്തിരിക്കണേ. എനിക്കിഷ്ടമായി, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്നും ഇഷ്ടമാവും എന്ന് ഞാൻ
പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു വർക്കിൽ ഇത് ഏറ്റവും വലിയൊരു വർക്കാണ് കേട്ടോ. ഇഷ്ടമാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ചെയ്തിരുന്നു. വെച്ചാൽ ഇത് എന്നെക്കൊണ്ടൊക്കെ ഞാൻ ചെയ്തത്. പിന്നെ കളറൊക്കെ ഒന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. നല്ല കളറായിട്ട് കൊടുത്താണ്. പിന്നെ കളർ കൊടുക്കുന്നതിനും പെർഫെക്ഷൻ ഇല്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയണ വഴി എല്ലാം ചെയ്ത് വെച്ചേക്കണേ. പിന്നെ കളറ് ഞാൻ ഉപയോഗിച്ച് തീരാനായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ വേഗാനും മറന്നുപോയി, അതുകൊണ്ടാട്ടോ. നമ്മൾ പറയണ മാതിരിയൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ ഒരു വൃത്തിയില്ലാത്ത കളറ് മാതിരി തോന്നി, എന്നാലും കുഴപ്പമില്ലാതെ കിട്ടിയേക്കണം കേട്ടോ. ഇങ്ങനെ 2 സൈഡിലും ഒരു ടാപ്പ് ഒട്ടിച്ചിട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. ഇത്രയുള്ള എൻ്റെ വീഡിയോ കേട്ടോ.